നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നഷ്ടമാകുന്നതിനെ തേടി അതേ പാതയിലൂടെ നാം എത്രമാത്രം സഞ്ചരിക്കുന്നു. നമ്മുടെ നഷ്ടങ്ങൾ, ആത്മീയമായ നമ്മുടെ നഷ്ടങ്ങൾ അത് തേടി അതേ വഴിയിലൂടെ പിന്നോട്ട് പോകാൻ നമ്മിൽ എത്ര പേർ തയ്യാറാണ്? ഈ പുറകോട്ടുള്ള നടത്തം അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മാറ്റുകൂട്ടും ഉറപ്പാണ്. വിശുദ്ധ യോസേഫും പരിശുദ്ധ മറിയവും അതേ പാതയിലൂടെ പിന്നോട്ട് പോയപ്പോൾ അവർക്ക് കണ്ടെത്താനായത് അവരുടെ പൊന്നുപുത്രനായ മിശിഹായെയാണ്. നമ്മുടെ പരാജയങ്ങളിലും നമ്മുടെ വീഴ്ചകളിലും പിന്നോട്ടുള്ള നടത്തം നമ്മെ ഏറെ സഹായിക്കും നന്മ കണ്ടെത്താൻ. ദൈവത്തെ ദൈവമുഖം തിരിച്ചറിയാൻ പിന്നോട്ടുള്ള നടത്തം നമ്മെ ഏറെ സഹായിക്കും. പുതുതലമുറയിൽ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ മറ്റൊന്നുകൂടി നമ്മുടെ ശ്രദ്ധയിൽ നാം കരുതണം. അവർക്ക് മകനെ നഷ്ടപ്പെട്ടത് ദേവാലയത്തിലും അവനെ തിരികെ കണ്ടെത്തിയത് ദേവാലയത്തിലുമാണ്. ഇന്നത്തെ ഈ വർത്തമാന സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ എത്ര പേർക്ക് ദേവാലയത്തിൽ കണ്ടെത്താൻ കഴിയും എന്നത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ചിന്തയാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും എത്തിയ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ ഓരോരുത്തരെയും ദേവാലയത്തിൽ കണ്ടെത്താൻ ഞങ്ങൾക്ക് ഇടയാകുമാറ് ഞങ്ങളുടെ മക്കളെ അതിനായി ഒരുക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവളുടെ മധ്യസ്ഥത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവ്യ രഹസ്യം നമ്മുടെ എല്ലാവരുടെയും യാചനയും പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും എത്തിയ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ വിഷയം. അവരെ ദേവാലയത്തിൽ തന്നെ കണ്ടെത്താൻ ഞങ്ങളെ തുണയ്ക്കണമേ എന്ന പരിശുദ്ധ അമ്മയോട് നമുക്ക്